ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക: മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആസിയ 7 സഭകളിൽ 1-ാമത്തെ സഭ നമുക്കറിയാം, എഫേസസ് സഭയാണ്. എഫേസസ് സഭയുടെ 7 ഗുണങ്ങൾ പറഞ്ഞതിന് ശേഷം എഫേസസ് സഭയ്ക്കുള്ള ഒരു കുറ്റം പറയുകയാണ്. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഇത് നാം പലവട്ടം ചിന്തിച്ചതാണ്. 2-ാമത്തെ സഭ സ്മുർന്ന സഭയാണ്. അനേകം പീഡകളിൽ കൂടി കടന്നു പോകുന്ന സഭ, അനേകം യാതനകളേറ്റ് ജീവിതത്തിലെ ദുരിതങ്ങളേറ്റ് വലഞ്ഞ സഭ, വലിയ വലിയ കഠിനമായ പീഡകളും ശോധനകളുമാണ് ആ സഭയ്ക്ക് വന്നത്. അന്നത്തെ സീസർ ചക്രവർത്തിമാർ സഭയെ പലതരത്തിൽ പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. അധീശത്വത്തിൽ നിന്ന് എതിർപ്പുകളും വലിയ വലിയ ആക്രമണങ്ങളും വന്നപ്പോൾ സഭയ്ക്ക് തീർച്ചയായിട്ടും ക്ഷീണം വന്നിരുന്നു. എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സഹിപ്പാനുണ്ട്, പക്ഷേ നീ പേടിക്കേണ്ട. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സാത്താൻ നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, എങ്കിലും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വളരെ ആശ്വാസകരമായ ദൂതാണ് സഭയ്ക്ക് കൊടുക്കുന്നത്. ആ സഭയ്ക്ക് പീഡയേറ്റ് വലയുകയായിരുന്നു, ദുരിതമേറ്റ് വലയുകയായിരുന്നു, കഷ്ടപ്പാടേറ്റ് പൊളയുകയായിരുന്നു. എന്നാൽ ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ഓരോ സഭയും ഓരോ സഭയുടെ അംഗങ്ങളും അനുഭവിക്കുന്ന യാതനകൾ ദൈവം കാണുന്നുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരുന്നതായി ദുരിതങ്ങൾ കർത്താവ് കാണുന്നുണ്ട്. എല്ലാം കർത്താവ് കാണുന്നു, കർത്താവ് അറിയുന്നു. കർത്താവ് ആശ്വസിപ്പിക്കുന്നവനാണ്. മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസം നൽകുന്ന ദൈവമെന്ന് പൗലോസ് പറയും. മനസ്സിലുള്ള പിതാവും സർവ്വാശ്വാസം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ സ്മുർന്ന സഭയിലുള്ള ആളുകളോട്, പ്രത്യേകിച്ചും ആ സഭയുടെ ദൂതനായി സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളോട് പറയുകയാണ്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. സാത്താൻ നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിങ്ങൾക്ക് തരും. ദൈവത്തിന് സ്തോത്രം എന്ന് ആ സഭയെക്കുറിച്ച് പറഞ്ഞ് അവസാനം പറയുകയാണ്, ജയിക്കുന്നതിന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. 2-ാം മരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. 2-ാം മരണത്താൽ ദോഷം വരികയില്ല. 2-ാം മരണം, ആ ഒരു ജനനം മാത്രമുള്ളയാൾക്ക് 2 മരണം ഉണ്ടാകും. 2 ജനനമുള്ളയാൾക്ക് 1 മരണമേ ഉണ്ടാകൂ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ജനനം, ശാരീരികമായ ഒരു ജനനം, അപ്പൻ്റെയും അമ്മയുടെയും മകനോ മകളുമായി നാം ഈ ഭൂമിയിൽ ജനിച്ചു, അത് 1-ാം ജനനം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ 2-ാം ജനനം ഉണ്ടാകണം. ആത്മാവിൽ 2-ാമതാം ജനിക്കണം, 2ാമത് ജനിക്കണം. 1-ാം ജനനം ശാരീരികമായിട്ടുള്ള ജനനം, ജഡീയമായ ജനനം. 2-ാം ജനനം ആത്മീയമായ ജനനമാണ്. ആത്മാവിൽ ജനിക്കുക, വീണ്ടും ജനിക്കുക. റീബോൺ എക്സ്പീരിയൻസോ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. റീബോൺ എക്സ്പീരിയൻസ്, ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, റീജനറേഷൻ എന്നൊക്കെ പറയും. വീണ്ടും വീണ്ടും ജനനം ഉണ്ടാകണം. അത് എല്ലാവർക്കും വേണ്ടതാണ്. എല്ലാവർക്കും വീണ്ടും ജനനമില്ലാതെ ഒരിക്കലും ആർക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുകയില്ല. ഈ ഭൂമിയിൽ വെച്ച് വീണ്ടും ജനനം പ്രാപിക്കണം, പുതുതായി ജനിക്കണം. ശരീരപ്രകാരം ജനിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യരായി, സ്ത്രീയും പുരുഷനുമായി നാം ഈ ഭൂമിയിൽ ജീവിച്ചു വളർന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു വീണ്ടും ജനനം നടക്കണം, ഒരു പുതുജന്മം നടക്കണം. പുതുജന്മം, വീണ്ടും ജനനം, അത് ആത്മാവിലുള്ള ജനനമാണ്. അങ്ങനെ വീണ്ടും ജനനം നടന്നില്ല എന്ന് വരികിൽ, ഒരു പ്രാവശ്യമേ ജനിച്ചിട്ടുള്ളല്ലോ, അവർക്ക് 2-ാം മരണം സംഭവിക്കും. അത് തീപ്പൊയ്കയാണ്. തീപ്പൊയ്കയിലേക്ക് പോകും. 2-ാം മരണം, തീപ്പൊയ്ക. 2-ാം മരണമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നിന്ന് കാണും. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ദൈവത്തിന് സ്തോത്രം. 2-ാം മരണത്താൽ ദോഷം വരാതിരിക്കണമെങ്കിൽ 2ാമത് നാം ജനിക്കണം. ഇവിടെ വെച്ച്, ഈ ഭൂമിയിൽ വെച്ച്. മരണത്തിന് ശേഷം ഇതൊന്നും സാധിക്കുകയില്ല. മരിച്ച് കടന്നു പോയതിന് ശേഷം നമ്മുടെ ആത്മാവിന് വേണ്ടി ഒരുങ്ങാൻ സാധിക്കുകയില്ല. മരിച്ചു പോയതിന് ശേഷം നാം എന്തെല്ലാം പ്രാർത്ഥന കഴിച്ചാലും ആർക്കെല്ലാം ധർമ്മം കൊടുത്താലും ആത്മാവിന് പുണ്യം കിട്ടുകയില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടതിന് ശേഷം പിന്നെ എന്തെല്ലാം പുണ്യകർമ്മങ്ങൾ ചെയ്താലും ഒരു പ്രയോജനം കിട്ടുകയില്ല. ഈ ഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും ജനാനുഭവം കിട്ടേണ്ടത്. അത് സ്മർന്ന സഭയ്ക്ക് ആ ഭാഗ്യം ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ ദൂതിൽ കൂടി സംസാരിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്. 3-ാമത്തെ സഭയാണ് പെർഗമോസ് സഭ. പെർഗമോസ് സഭയുടെ ദൂതന് എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തലുള്ളവനായിട്ട് ചെയ്യുന്നു.
അരുളി ചെയ്യുന്ന ആര് എന്ന് പറയുകയാണ്. ഓരോ സഭയ്ക്കുള്ള ദൂതിലും ആരാണ് ഈ അരുളി ചെയ്യുന്നതെന്ന് പറയുന്നു. ഇവിടെ പെർഗമോസ് സഭയ്ക്കുള്ള ദൂതിൽ പറയുന്നു, ഇരുവായത്തിലുള്ള വാളുള്ളവനാണ് അരുളി ചെയ്യുന്നത്. ഇരുവായത്തിലുള്ള വാള്. നാം വെറുതെ അങ്ങ് ചിന്തിച്ചു പോയാൽ പോരാ. എന്താണ് ഇരുവായത്തിലുള്ള വാള്? ദൈവത്തിൻ്റെ വചനമാണ് വാള്. ആത്മാവിൻ്റെ ആയുധമാണത്. ആത്മാവിൻ്റെ വാള് ദൈവത്തിൻ്റെ വചനമാണ്. ശത്രുവിനെ വെട്ടാനുള്ള ആയുധം ഈ വചനം മാത്രമാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നുണ്ട്. 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഭൂമിയിലെ മനുഷ്യരോടല്ല, ശരീരവും രക്തമുള്ള മനുഷ്യരോടല്ല നമ്മുടെ പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പിന്നെ ആരോടാണ്? അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടാണ്. അന്ധകാരത്തിൻ്റെ ലോക അധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അന്ധകാര ലോകത്തിൻ്റെ അധിപതികളായ ദുരാത്മാക്കളോടുമാണ് നമ്മുടെ യുദ്ധം. വലിയൊരു യുദ്ധക്കളത്തിലാണ് നാം വന്നിരിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രയും. ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് എല്ലാവർക്കും യുദ്ധമുള്ളത്. ഈ യുദ്ധത്തിൽ നാം ജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആയുധം വേണം. ശത്രുവിൻ്റെ വെട്ട് തടുക്കുവാനുള്ള ആയുധം വേണം. ശത്രുവിനെ തിരിച്ച് വെട്ടാനുള്ള ആയുധം വേണം. ശത്രുവിൻ്റെ വെട്ട് തടുക്കുവാൻ എന്തൊക്കെയാണ്? നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും, അരക്കെട്ട് സത്യം, നീതി എന്ന കവചം ധരിച്ചും, നമ്മുടെ ശരീരമാസകലം പൊതിയുന്ന കവചം അത് നീതി എന്ന കവചം ധരിച്ചും, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. കാലിന് ചെരുപ്പിടേണ്ടത് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. സുവിശേഷം എല്ലാറ്റിനുമേ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുമെന്നൊക്കെതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശരസ്ത്രവും ദൈവവചനം ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തി കളയുമെന്നൊക്കെതായ വിശ്വാസം എന്ന പരിചയെടുത്തുകൊണ്ട് നിൽപ്പീൻ. വിശ്വാസം. വെട്ടുവരുന്നതെല്ലാം തടുക്കാൻ ഈ വിശ്വാസം വേണം. അങ്ങോട്ട് കയറി വെട്ടാനല്ല, ഇങ്ങോട്ട് വെട്ടുവരുന്നു. പിശാച് വെട്ടുമ്പോൾ അവൻ്റെ തീയമ്പുകൾ ഏൽക്കാതെ വണ്ണം, അവൻ്റെ ദുഷ്ചിന്തകൾ ഏൽക്കാതെ വണ്ണം, അവൻ്റെ ദുർനടപടികൾ നമ്മളിലേക്ക് പതിയാതെ വണ്ണം, അവൻ്റെ ദുരാക്രമണങ്ങൾ നമ്മിൽ പതിയാതെ വണ്ണം തടുക്കാൻ നമുക്ക് വിശ്വാസം എന്ന പരിചയം വേണം. നിങ്ങളുടെ ഇടയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുക്കുമെന്നൊക്കെതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും വേണം. നമുക്ക് തലയിൽ വെട്ടുകൊണ്ടാൽ അപകടമായി പോകും. അതുകൊണ്ട് ഒരു നല്ല ഹെൽമെറ്റ് വേണം. രക്ഷ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഉറപ്പ് വേണം. ഞാൻ രക്ഷയിലാണെന്നുള്ള ഉറപ്പ് വേണം. ഞാൻ യേശുക്രിസ്തുവിൻ്റെ കൃപയാൽ രക്ഷപ്പെട്ടു എന്നുള്ളതായ ഒരു ധൈര്യം വേണം. അതൊരു പ്രാഗൽഭ്യമാണ്. പ്രിയപ്പെട്ടവരിത് കേൾക്കുമ്പോൾ കേട്ടുപോയാൽ പോരാ, നിങ്ങൾ ചിന്തിക്കണം. രക്ഷ എന്ന ശിരസ്ത്രം എനിക്കുണ്ടോ? സുവിശേഷം എന്ന ആ ചെരുപ്പ് ഞാൻ അണിഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നീതി എന്ന കവചം ധരിച്ചിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, സത്യം മാത്രം, സത്യം അരയ്ക്ക് കെട്ടിയിട്ടുണ്ടോ? എൻ്റെ അരക്കെട്ടിൽ അരക്കെട്ട് സത്യമാണോ? ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഓരോ അവയവവും പ്രത്യേകിച്ച് സംരക്ഷണം ചെയ്യുകയാണ്, പിശാചിൻ്റെ വെട്ടേൽക്കാത്ത വണ്ണം. രക്ഷായും ശരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ആദ്യം പറഞ്ഞതെല്ലാം പ്രതിരോധത്തിനുള്ളതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ വെട്ടി തടുക്കാനുള്ള ഡിഫെൻസിനുള്ളതാണ്. ഇങ്ങോട്ട് വരുമ്പോൾ തടുക്കാനുള്ളതാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കാനുള്ളത്. അങ്ങോട്ട് ആക്രമിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു ആയുധം മാത്രമേ ഉള്ളൂ, ആത്മാവിൻ്റെ വാള്. വചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. നമ്മുടെ കയ്യിൽ വചനം ഉണ്ടായിരിക്കണം. കയ്യിൽ നിന്ന് വെച്ചാൽ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ല, വേദപുസ്തകം കയ്യിലുണ്ടായിരിക്കണം എന്നല്ലേ പറഞ്ഞത്. വേദപുസ്തകം വേണം, ശരിയാണ്. പക്ഷേ അതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് വേദപുസ്തക വാക്യങ്ങളായിരിക്കണം, തിരുവചനത്തിലെ ആശയങ്ങളായിരിക്കണം. വേദപുസ്തകത്തിലെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കണം എപ്പോഴും. ദൈവത്തിൻ്റെ വചനം, ഏതൊരു കാര്യം വന്നാലും വചനത്തിൽ എന്ത് പറയുന്നു, അതാണ് നമ്മുടെ ചിന്ത. വചനം എന്ത് പറയുന്നു? നമുക്കൊരു പരീക്ഷണഘട്ടം വരുമ്പോൾ വചനം എന്താ പറയുന്നത്? വചനം എന്ത് പറയുന്നു? ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ നാം വീഴാതിരിക്കണമെങ്കിൽ വചനം എന്ത് പറയുന്നു? വചനത്തിലേക്ക് നോക്കണം. പലപ്പോഴും നമ്മിൽ പലർക്കും വീഴ്ച പറ്റുന്നത് വചനം അറിയാൻ പാടില്ലാത്തതുകൊണ്ടുമല്ല, പക്ഷേ മനഃപൂർവ്വം വീണു പോവുകയാണ്. നമ്മുടെ ജഡീക ശക്തി, നമ്മുടെ ശാരീരിക ശക്തി, നമ്മുടെ ഭൗതിക ശക്തി ദൈവത്തിന് എപ്പോഴും എതിരായിട്ട് നിൽക്കുന്നു, എപ്പോഴും പൈശാചിനോട് അടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് സാത്താൻ്റെ ഭീകരമായ ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് നാം പിടയുന്നു, ഉരുക്കുമുഷ്ടിയിൽപ്പെട്ട് നാം ഞെരിയുന്നു. പിശാച് നമ്മെ അവൻ്റെ കരാളമായ ദംഷ്ട്രകൾക്കുള്ളിലിട്ട് അവൻ ചവയ്ക്കുന്നു, അവൻ നമ്മെ തകർത്ത് കളയുന്നു. ദുഷ്ടപിശാച് നമ്മെ ആക്രമിക്കുകയാണ്. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ആരെയാണ് വിഴുങ്ങേണ്ടത്? പിശാച് ഇങ്ങനെ നോക്കി ഉന്നം വെച്ച് നടക്കുകയാണ്. ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അതിൽ കൂടി നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അകത്ത് കിടക്കാമെന്നാണ് പിശാചിൻ്റെ ഉദ്ദേശം. അങ്ങനെ നമ്മെ പാപത്തിൻ്റെ ചങ്ങലയിട്ട് ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകാമെന്നാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതാണ് പിശാചിൻ്റെ പരിപാടി. അങ്ങനെ ദൈവത്തെ തോൽപ്പിക്കാമെന്നാണ് പിശാചിൻ്റെ പരിപാടി.
ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ തോൽപ്പിച്ചാൽ, ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യനെ നരകത്തിലേക്ക് വിട്ടാൽ പിശാച് ജയിക്കും, ദൈവം തോൽക്കും. അതുകൊണ്ട് പിശാചിന് ദൈവത്തോടുള്ള ശത്രുത്വം അത് അവൻ നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യരെയാണ് അവൻ നോക്കുന്നത്, മനുഷ്യരെ വീഴിക്കാൻ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിങ്ങൾ എപ്പോഴും എന്നും കേൾക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രായോഗികമാണെന്ന് ചിന്തിക്കണം. നാം പിശാചിന് ഏതെങ്കിലും കാര്യങ്ങൾ ഇടം കൊടുക്കുന്നുണ്ടോ? തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? ഏതെങ്കിലും കാര്യത്തിൽ നാം നീതിവിരുദ്ധമായി പെരുമാറുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി നാം ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സത്യമേ പറയാവൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു. സത്യം അരക്കെട്ടായിരിക്കണം, ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം എന്നും സംസാരിക്കുമ്പോൾ നിർമ്മല സത്യം മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാവിൽ വ്യാജം വരുന്നുണ്ടോ? അർത്ഥസത്യങ്ങൾ വരുന്നു. പകുതി നേരും പകുതി നുണയുമായി വരുന്നുണ്ടോ അർത്ഥസത്യങ്ങൾ? ചിലപ്പോൾ സത്യം നാം മൂടി വയ്ക്കാറുണ്ടോ? സത്യം മറച്ചു വയ്ക്കാറുണ്ടോ? മറ്റുള്ള മുമ്പിൽ നാം നല്ലവനായി ചമയാറുണ്ടോ? സത്യത്തെ നാം മറച്ചു വെച്ചുകൊണ്ട് നല്ലവനായി നാം അഭിമാനത്തോടെ ജീവിക്കാറുണ്ടോ? നോക്കൂ, എല്ലാം കാണും ദൈവം, എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലാം കുറിച്ചു വയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാം അറിയും ദൈവത്തിന് മുമ്പാകെ നമ്മുടെ അസത്യങ്ങളെല്ലാം വെളിപ്പെടും, നമ്മുടെ വ്യാജങ്ങളെല്ലാം വെളിപ്പെടും, നമ്മുടെ കാപട്യങ്ങളെല്ലാം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. സത്യം അരക്കെട്ടായിരിക്കണം. ഓരോന്ന് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ജീവിതത്തിൽ ശത്രുവിനുള്ളതായ പോരാട്ടത്തിൽ നമുക്ക് പലപ്പോഴും നല്ല ആയുധമായ വാൾ കയ്യിലില്ല എന്ന്. വചനം വായിക്കണം, വചനം വായിച്ച് വളരണം, വചനം വായിച്ച് ആസ്വദിക്കണം, വചനം കേൾക്കാൻ ദാഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവശാൽ നിങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും വചനം വായിക്കാൻ താല്പര്യമുള്ളവരാണ്. വചനത്തോട് ദാഹം ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നത്. വചനം നിങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരികയാണ്. വചനം നിങ്ങളെ ഓരോരുത്തരെയും വശീകരിച്ചു കൊണ്ടുവരികയാണ്. വചനമാണ് നിങ്ങളെ വശീകരിക്കുന്നത്, വചനമാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. വചനത്തിൻ്റെ അത്ഭുതകരമായ സ്വാധീനമാണ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കൃപയോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ് വചനം. വചനം വായിക്കണം. ഈ നിർമ്മല വചനമുള്ള പുസ്തകമുണ്ടല്ലോ, വേദപുസ്തകം, ദ ഹോളി ബൈബിൾ എന്ന് പറയുന്ന ഈ വിശുദ്ധ വേദപുസ്തകമുണ്ടല്ലോ, ഇത് നിങ്ങളുടെ നിതാന്ത സഖിയായിരിക്കണം. നിങ്ങളുടെ നിതാന്ത സഖി എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ കൂട്ടുകാരനായിരിക്കണം. ഈ വേദപുസ്തകം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും വേദവാക്യങ്ങൾ കാണാതെ പഠിക്കണം. പഠിക്കാൻ വേണ്ടി വായിക്കുകയല്ല. ഞാൻ പറയാറുണ്ടല്ലോ, പഠിക്കാൻ വേണ്ടി വായിക്കുകയല്ല. നിങ്ങൾ ഒരേ വാക്യം തന്നെ പലവട്ടം വായിച്ചാൽ നിങ്ങൾ കാണാതെ പഠിച്ചു പോകും. നിങ്ങളെ ഹൃദയത്തിൽ തറഞ്ഞിട്ടുള്ള, നിങ്ങളെ ഹൃദയത്തിൽ ആകർഷിച്ചിട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങണം. ചെറുപ്രായത്തിൽ തന്നെ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ. ഞാൻ കേവലം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കുമായിരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏശാവിൻ്റെ സംഭവമൊക്കെ വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ ഏശാവിന് അനുഗ്രഹം കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. യാക്കോബ് തന്ത്രത്തിൽ അനുഗ്രഹം കൈവശമാക്കിയല്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. വേദപുസ്തകത്തിൽ യൗസേപ്പിനെ പൊട്ടക്കണ്ണിലേക്ക് തള്ളിയിട്ട് വായിച്ചപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം ഇതെല്ലാം എനിക്ക് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച കഥകളാണ്. കഥകൾ, മനോഹരമായ കഥകൾ, വായിച്ചു പോകാൻ ഇഷ്ടമുള്ള നല്ല ഇമ്പമായ കഥകളാണ്. വേദപുസ്തകം വായിക്കണം. അന്നേരം നിങ്ങൾക്ക് വലിയ ആത്മീയമായ പരിജ്ഞാനമൊന്നും കിട്ടിയില്ലെങ്കിലും ആ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏതോ ഒരു ഉൾവെളിവുണ്ടാകും, അകത്തൊരു വെളിച്ചമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അകത്തൊരു വെളിച്ചം. ഇന്ന് അനേകരുടെ അകത്ത് വെളിച്ചമില്ല. പുറമേ നിങ്ങൾ പരീക്ഷ പാസ്സായിട്ടുണ്ട്, ഡിഗ്രി നേടിയിട്ടുണ്ട്, നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്, ഒക്കെ നല്ലത്. എന്നാൽ അതുകൊണ്ടൊന്നും നിത്യതയ്ക്ക് വേണ്ടി ഒന്നും പ്രയോജനമാകുകയില്ല. നിത്യതയ്ക്ക് വേണ്ടി പ്രയോജനമാണെങ്കിൽ ശവക്കുഴിക്ക് അപ്പുറത്തേക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ വചനം വായിച്ച് പഠിക്കണം. വചനം വായിക്കണം. വചനം വായിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരിക്കണം. വചനം വായിക്കാൻ അമ്മയോ അപ്പനോ പറയാൻ കാത്തു നിൽക്കണ്ട, വേറെ ആരും പ്രേരിപ്പിക്കേണ്ട. നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ ആവശ്യമായി നിങ്ങൾ എടുക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഒരു ആവേശമായി തീരണം വചനം വായിക്കുക എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. ചിലപ്പോൾ നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേൽക്കാൻ തോന്നുകയില്ല. എന്തുകൊണ്ട്? ആ വചനത്തിൻ്റെ അത്ഭുത സ്വാധീനം നിങ്ങളെ വശീകരിച്ച് നിങ്ങളെ വചനത്തോട് ഇങ്ങനെ ചേർത്തെടുപ്പിച്ച് തഴുകുകയാണ്. ആ വചനത്തിൻ്റെ മാധുര്യം നിങ്ങളുടെ ഹൃദയത്തിൽ കിനിഞ്ഞ് വരികയാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. ആ കണ്ണുനീര് നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വന്ന് വീഴുകയാണ്. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ട്? ആ വചനം നിങ്ങളെ അത്യന്തം ആകർഷിക്കുന്നു. വചനമെന്ന വാൾ വേണം. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനമെന്ന വാൾ കയ്യിൽ എടുക്കണം. വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാത്താനെ ജയിച്ചത് വചനം കൊണ്ടാണ്. സാത്താൻ യേശുക്രിസ്തുവിനെ പരീക്ഷിച്ചതും വചനം കൊണ്ട് തന്നെയാണ്. അതാണ് അത്ഭുതം. സാത്താൻ വചനം കൊണ്ട് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വന്നു. വചനമെടുത്തു. പിശാച് വചനമെടുത്തു. ലൂക്കോസിന് ശേഷം 4-ാം അധ്യായത്തിൽ സാത്താൻ വചനമെടുത്ത് കർത്താവിനെ വശീകരിക്കാൻ വരുന്നതായിട്ട് കാണാം. ലൂക്കോസിന് ശേഷം 4-ാം അധ്യായത്തിൽ സാത്താൻ ക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന ഭാഗം വായിക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി.
പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിശാച് യേശുക്രിസ്തുവിനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിശാച് വന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവിന് 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോഴേക്കും കർത്താവിന് വിശന്നു. കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനുമായിരുന്നു, പൂർണ്ണ ദൈവവുമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാത്തതുകൊണ്ട് കർത്താവിന് വിശന്നു. അപ്പോൾ പിശാച് എടുക്ക വന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനാകുന്നു എങ്കിൽ, ആ പറഞ്ഞ വാക്കിൽ ഒരു അവിശ്വാസീയത കടത്തി വിടുകയാണ്. ദൈവപുത്രനാണോ നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ നിനക്ക് കൽപ്പിക്കാമല്ലോ, കല്ല് അപ്പമായി തീരുമല്ലോ ദൈവപുത്രനാണെങ്കിൽ. യേശു കർത്താവിന് ആ വാക്ക് കർത്താവിൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. അത് കർത്താവിന് മനസ്സിലായി. ദൈവപുത്രനാകുന്നു എങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സംശയം വരുത്തുകയാണ്. പിശാചിൻ്റെ തന്ത്രം അതാണ്. ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം വായിക്കൂ. 4-ാം അധ്യായത്തിൽ നമുക്ക് അതിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇത് തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കും. മത്തായി 4-ന്റെ 1-ാം വാക്യം മുതൽ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. യേശുക്രിസ്തുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നീ ദൈവപുത്രനാകുന്നുവെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നീ പറഞ്ഞാൽ കല്ല് അപ്പമായി തീരുമല്ലോ, അപ്പം തിന്നാമല്ലോ. കേൾക്കുമ്പോൾ നല്ലൊരു ആശയമാണ്, നല്ലൊരു അഭിപ്രായമാണ്. കേൾക്കുമ്പോൾ കർത്താവിന് ഒരാശയം, നല്ലൊരു ആശയം വിട്ടുകൊടുക്കുകയാണ്. നീ ഒന്ന് കൽപ്പിക്കൂ, കല്ല് അപ്പമായി തീരും. എന്തൊരു വലിയ അത്ഭുതമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആളുകളെല്ലാം നിന്നെ വിശ്വസിക്കും. വലിയൊരു അത്ഭുതം നടന്നിരിക്കുന്നു. ഇതാ ഒരാൾ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിച്ചപ്പോൾ കല്ല് അപ്പമായി തീർന്നിരിക്കുന്നു. ഇത് സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. എല്ലാവർക്കും സംശയം മാറും. അങ്ങനെ പിശാച് ഒരു പരീക്ഷ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, കർത്താവിനെ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്ത് കർത്താവ് സാക്ഷാൽ ദൈവപുത്രനാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷ കൊണ്ടുവരികയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആ പരീക്ഷയെ ജയിച്ചത് എങ്ങനെയാണ്? അതിനെ അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞു, എനിക്കിത് വചനമുണ്ട്, നിന്നോട് മറുപടി പറയാൻ എനിക്ക് വചനമുണ്ട്. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാച് തോറ്റില്ല. 1-ാമത്തെ പരീക്ഷ ജഡമോഹമാണ്. വിശപ്പ് ശരീരത്തിൻ്റെ കാര്യമാണ്. ജഡമോഹം ശരീരത്തിൻ്റെ കാര്യം. ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ അനേകം പേര് വീഴുന്നത് ഈ കാര്യത്തിലാണ്. ജഡമോഹം, ശരീരത്തിൻ്റെ കാര്യം. ഈ ശരീരത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച്, ഭക്ഷണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് അനേകർ വീഴുന്നു. അയ്യോ എന്തു വേണ്ടു, മക്കൾക്ക് കൊടുക്കാൻ എന്താണുള്ളത്? ഭാരം, ആകുലം. അയ്യോ നാളെ എങ്ങനെ കഴിയേണ്ടു, എന്ത് ആകുലം. അയ്യോ കടം വന്ന് വരികയല്ലോ, ആകുലം. ദൈവമേ വലിയൊരു തുക കടമായിട്ട് വന്നിരിക്കുന്നു, എല്ലാം വീറ്റാനും തീരുകയില്ലല്ലോ, ആകുലം. മനസ്സ് ഭയാശങ്കകളിൽ ഇങ്ങനെ ആകുല മനസ്കരായി കഴിയുകയാണ് അനേകർ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുന്ന നിങ്ങൾക്കും പലതരത്തിലുള്ളതായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടുണ്ടാകും. ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ആകുല ചിന്തകൾ, ശരീരത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ശരീരത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഈ ശരീരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ശരീരത്തിൻ്റെ കാര്യം ചിന്തിക്കേണ്ട എന്ന് ഞാൻ പറയുകയില്ല. കർത്താവ് പറയുകയില്ല. ശരീരത്തിൻ്റെ കാര്യം ചിന്തിക്കേണ്ടെന്ന് പറയുകയില്ല. കാരണം ശരീരത്തിൻ്റെ കാര്യം, ശരീരത്തിന് വിശപ്പുണ്ട്, ആഹാരം വേണം, തീർച്ചയായിട്ടും വേണം. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ബാലനായിരുന്നു, ഞാൻ വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ദാവീദ് പറയുകയാണ്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആഹാര കാര്യങ്ങളിലുള്ളതായ ഒരു പരീക്ഷ, ആഹാരത്തിൻ്റെ കാര്യങ്ങൾ, നാളെ എന്ത് തിന്നും, എന്ത് കുടിക്കും, മനസ്സ് വ്യാകുലപ്പെടുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി എന്ത് കൊടുക്കും, വ്യാകുലപ്പെടുകയാണ്. അയ്യോ നാളെ പ്രശ്നത്തെ ഞാൻ എങ്ങനെ നേരിടും, നാളെ എൻ്റെ ആവശ്യം എങ്ങനെ നേരിടും. കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്ന നേരത്ത് അവിടെ കൊടുത്ത് തീർക്കേണ്ട രൂപ കൊടുക്കാൻ കയ്യിലില്ലല്ലോ, എന്ത് ചെയ്യും? ചികിത്സിക്കാൻ രൂപയില്ലല്ലോ, എന്തു ചെയ്യും? മനുഷ്യ മനസ്സ് ആകുലമാണ്, വ്യാകുലമാണ്. മനുഷ്യ മനസ്സ് അങ്ങനെ ദുഃഖതപ്തമായി കഴിയുകയാണ്, ദുഃഖിതമായി കഴിയുകയാണ്.
നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ആകുലങ്ങളില്ലേ? ഉണ്ട്, ആകുലങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. എനിക്കുമുണ്ട് ആകുലങ്ങൾ, എനിക്കുമുണ്ട് ഇതുപോലെ ചിന്തിക്കാവുന്ന വിഷയങ്ങൾ പലതും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഏതെല്ലാം ആകുലങ്ങളുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചാൽ ഈ ആകുലം മാറ്റാൻ സാധ്യമല്ല. അതെല്ലാം സാധ്യമാക്കി തരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ വരണം. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് നിങ്ങൾ സ്വമേധയായി വിട്ടുകൊടുത്ത്, മേലിൽ മനസ്സറിഞ്ഞ് അരുതാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് തീരുമാനിച്ച്, വന്നുപോയ പാവങ്ങളെ ഓർത്ത് നെടുവീർപ്പിട്ട് കരഞ്ഞ് മേലിൽ വരികയില്ല എന്ന് ദൈവത്തിന് ഉറപ്പ് കൊടുത്ത് നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങുമെങ്കിൽ നിങ്ങളുടെ കാര്യം ദൈവത്തിൻ്റെ കാര്യമായി തീരും. ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ കാര്യമായി തീരും. നിങ്ങളുടെ മക്കളുടെ വിവാഹം ദൈവത്തിൻ്റെ കാര്യമായി തീരും. നിങ്ങളുടെ മക്കളുടെ ജോലി ദൈവത്തിൻ്റെ കാര്യമായി തീരും. നിങ്ങളുടെ ഭാവി ദൈവത്തിൻ്റെ കാര്യമായി തീരും. ഉറപ്പാണ് അക്കാര്യം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ, നിങ്ങൾക്ക് കാണാം. ക്രിസ്തുവിന് നിങ്ങളെ തന്നെ മുഴുവനായി വിട്ടുകൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. മുഴുവനായി ക്രിസ്തുവിന് ഫലമേൽപ്പിക്കുക. എല്ലാം ആകുലങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും ആവലാധികളും എല്ലാം ക്രിസ്തുവിനോട് ബോധിപ്പിക്കുക. തനിയേ ഇരുന്ന് ഇരുന്ന് എല്ലാം തുറന്നു പറയുക. ക്രിസ്തുവിനോട് എല്ലാം പറയുക. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം പറയുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. എല്ലാ ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചിന്താകുലങ്ങളെല്ലാം ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. എല്ലാ ചുമടും ഏറ്റെടുക്കാൻ ഒരാളുണ്ട്. മോനെ, നീ തനിയെ ഈ ചുമടിനൊന്നും വലയണ്ട. മോൾ, നീ തന്നെത്താനെ ഈ വലിയ ഹെവി ബേർഡൻസ് ഒന്നും വലയണ്ട. ഈ ചുമടുകളെല്ലാം ഏറ്റെടുക്കാൻ യേശു ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്കുള്ള ഭാവി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. എന്തൊരു അനുഗ്രഹീതമായ അനുഭവമാണെന്നോ! നമ്മുടെ കാര്യം നോക്കാൻ ഒരാളുണ്ട് എന്നുള്ളത് എന്തൊരു ശക്തിയാണെന്നോ! എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരു രക്ഷകർത്താവുണ്ട്. എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ എനിക്കൊരാളുണ്ട്. എനിക്ക് വേണ്ടി സ്വാധിക്കാൻ, എനിക്ക് വേണ്ടി എൻ്റെ കോസ് ചാമ്പ്യൻ ചെയ്യാൻ ഒരാളുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരാൻ എനിക്കൊരാളുണ്ട്. എനിക്ക് വേണ്ടി സംവാദിക്കാൻ ഒരാളുണ്ട്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ, സംസാരിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. കർത്താവേ, നീ എനിക്ക് മുൻപായി നിൽക്കണമേ. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ നാവിൽ വരണമേ. നിൻ്റെ കൃപ എൻ്റെ നാവിന്മേൽ എഴുതണമേ. നാഥ, ഞാൻ ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മാറ്റം വരത്തക്കവണ്ണം, കർത്താവേ, നിൻ്റെ കൃപ എൻ്റെ നാവിൽ ചലിക്കണമേ. നിൻ്റെ തിരുരക്തം എൻ്റെ നാവിൽ പുരട്ടണമേ. അരുതാത്തൊരക്ഷരം പോലും വരാതെ നീ എന്നെ കാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകൂ. കാണാം അത്ഭുതങ്ങൾ നടക്കുന്നത്. ക്രിസ്തുവിനെ ഏൽപ്പിക്കുക. എല്ലാം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കടം കൊടുക്കുക, നിങ്ങളുടെ ധനം കൊടുക്കുക, എല്ലാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊട്ടേറെ കടമുണ്ട്, ഭാരമുണ്ട്, ശരിയാണ്. താങ്ങാൻ വയ്യാത്ത ചുമടുണ്ട്. പക്ഷേ അതും ക്രിസ്തുവിനെ ഏൽപ്പിക്കുക. ഭാരം ചുമന്നുകൊണ്ട് ഒരാളിങ്ങനെ പോവുകയാണ്, പാവം കയറ്റം കയറുകയാണ്. ഭാരം ചുമന്ന് വലഞ്ഞ് വിഷമിച്ച് അങ്ങനെ കതച്ച് കയറ്റം കയറുകയാണ്. വലിയ ചുമടാണ്. അപ്പോഴാണ് ഒരു വാൻ വന്ന് നിന്നത്. ഒരു വണ്ടി. എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. ഇന്ന സ്ഥലത്തേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങോട്ടാണല്ലോ പോകുന്നത്, കയറിക്കോ. അപ്പോൾ ഇദ്ദേഹം ഓർത്തു, ഈ ചുമടോ അതിനെക്കുറിച്ച് കയറിക്കോ എന്ന് പറഞ്ഞ് അയാളൊന്നും പറഞ്ഞില്ല. ആ വാനിൻ്റെ പുറയിൽ ഇയാൾ കയറി. ആ ചുമട് ചുമന്നുകൊണ്ടിരിക്കുകയാണ് പാവം. ചുമട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. പാവം ചുമട് ചുമന്നുകൊണ്ട് അതിനകത്ത് ഇരിക്കുന്നത്. ചുമട് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കുന്നയാളെ തിരിഞ്ഞു നോക്കി. ശിവ, നിങ്ങളെന്തായി കാണിക്കുന്നത്? നിങ്ങൾ ചുമട് താഴെ വയ്ക്കൂ. അതിനല്ലേ ഞാൻ വണ്ടി നിർത്തിയത്. ചുമട് താഴെ വയ്ക്കൂ. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മതി. അപ്പോഴാണ് ഓർത്തത് ചുമട് താഴെ വയ്ക്കാമായിരുന്നല്ലോ എന്ന്. അനേകരും ചുമട് ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ചുമട് ചുമന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത്. ചുമക്കാനൊരാളുണ്ട്. സ്തോത്രം. മോളെ, നിൻ്റെ ഭാരങ്ങൾ ചുമക്കാനൊരാളുണ്ട്. യൗവനക്കാർ, നിൻ്റെ വേദനകൾ ചുമക്കാനൊരാളുണ്ട്. സ്നേഹിത, നിനക്ക് പരിഹാരം തരാനൊരാളുണ്ട്. അവൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കൂ. എല്ലാം ചുമക്കും. കുരിശ് ചുമന്നവൻ നിൻ്റെ ഭാരങ്ങൾ ചുമക്കും. ഭാരമേറിയ മരക്കുരിശ് ചുമന്നുകൊണ്ട് ആ ഗോകുൽത്തായിലേക്ക് കയറി പോയവൻ അവൻ നിൻ്റെ ഭാരം ചുമക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ ഞാൻ നരയ്ക്കോളം ചുമക്കുമെന്നാണ് എൻ്റെ വാഗ്ദത്തം. യെശയ്യാ പ്രവചനം പറയും, നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കും. നരയ്ക്കോളം. ദൈവത്തിന് സ്തോത്രം. വാർദ്ധക്യം വരെയും ഞാൻ അനന്യൻ. എൻ്റെ വാർദ്ധക്യം വരെയും ഞാൻ മാറ്റമില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ഒരു സമയത്ത് വിളിച്ചവൻ നിനക്ക് വാർദ്ധക്യം വരുമ്പോൾ നിന്നെ തള്ളിയിട്ട് പോവുകയില്ല. നിന്നെ ഒരു സമയത്ത് വിളിച്ചവൻ നിൻ്റെ ശരീരത്തിൽ ജരാനരകൾ ബാധിച്ചാലും അവൻ നിന്നെ വിട്ട് പോവുകയില്ല. അവൻ നിന്നെ സഹായിക്കും. നീ ബലഹീനാകുമ്പോൾ, നീ രോഗിയാകുമ്പോൾ നിന്നെ മറന്നിട്ട് പോകുന്നവനല്ല. നിന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കൂ പ്രിയപ്പെട്ടവരെ.
ജഡമോഹം അപകടമാണ്. ജഡത്തിന് വേണ്ടിയുള്ളതായ ദാഹം അപകടമാണ്. ജഡത്തിന് വേണ്ടിയതായ വിശപ്പ്, ഏത് തരത്തിലുള്ള വിശപ്പായാലും അത് ദോഷമാണ്. ജഡത്തിന് വേണ്ടിയുള്ളതായ ദാഹം വിഷമമാണ്, ദോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക്, കർത്താവേ, ഞാൻ എൻ്റെ ഭാരം ചുമന്നുകൊണ്ടാണ് ഇന്ന് വന്നത്, ഭാരമേറിയ ചുമന്നുകൊണ്ടാണ് ഞാൻ വന്നത്. കർത്താവേ, ഞാൻ ചുമന്നെത്തിയുകയില്ല, ചുമന്നെത്തിക്കാൻ എനിക്ക് പറ്റുകയില്ല, ഞാൻ തളർന്നു പോകുന്നു, ഞാൻ വേച്ചു പോകുന്നു. കർത്താവേ, എൻ്റെ കാലിടറിപ്പോകുന്നു, എന്തു വേണ്ടു എനിക്കറിയാൻ വയ്യ. നാഥ, നീ നിൻ്റെ ചുമലിലേക്ക് എൻ്റെ ഈ ചുവടൊന്ന് ഏറ്റെടുക്കണമേ. ഞാൻ നിന്നോട് ചേർന്ന് നടന്നുകൊള്ളാം. ഇനിയുള്ള ചുവടുവയ്പ്പുകളെല്ലാം നിന്നോടുകൂടി ആയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ ചുമടെല്ലാം നീ ഒന്ന് ഏറ്റെടുക്കണമേ, എൻ്റെ ഈ ഭാരങ്ങളെല്ലാം നീ ഒന്ന് ഏറ്റെടുക്കണമേ. ഞാൻ നിൻ്റെ കൂടെ നടന്നുകൊള്ളാം കർത്താവേ. നാഥ, ഞാൻ കയ്യും വീശി നടന്നുകൊള്ളാം. നീയോ ഭാരമുള്ള ചുമട് ചെയ്തുകൊണ്ട് നടക്കുന്നു, ഞാൻ നിൻ്റെ പുറകെ കയ്യും വീശി നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? കൊടുക്കാൻ പറ്റുമോ? അവൻ എന്താ നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട് ഏറ്റുവാങ്ങാൻ. ഹല്ലേലൂയ. നിങ്ങളോടൊന്നും ചോദിക്കാനല്ല വന്നത്, നിങ്ങളുടെ പൈസ ചോദിക്കാനല്ല അവൻ വന്നത്, സംഭാവന ചോദിക്കാനല്ല അവൻ വന്നത്. ഹല്ലേലൂയ. സഭ മാറ്റാനല്ല അവൻ വന്നത്, സമുദായം മാറ്റാനല്ല അവൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി പറയാം, നിങ്ങളുടെ മതം മാറ്റാനല്ല യേശു വന്നത്. ഹല്ലേലൂയ. ദൈവം യേശു വന്നത് എന്തിനാണ്? യേശു വന്നത് നിങ്ങളുടെ ഭാരം ചുമക്കാനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നോവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമടിലഘുവുമാകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സമർപ്പിക്കാമോ? നിങ്ങളുടെ ജീവിതം കൊടുക്കാമോ? ഭാരങ്ങളെ ഏൽപ്പിച്ച് കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഇന്ന് അവിടുത്തെ ദൈവശബ്ദം കേൾപ്പോൾ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. എല്ലാവരെയും തുടരണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവിടെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ എല്ലാവർക്കും യോഗ്യത തരണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ നാഥ. എല്ലാ നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ, കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.